വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സ്. ഇന്ന് ഫിനാൻസ് മിനിസ്റ്റർ യൂണിയൻ ബജറ്റ് അവതരിച്ചപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റീഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയുണ്ടായി. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വർഷത്തിലധികം ഹോൾഡ് ചെയ്തതിന് ശേഷം വിൽക്കുന്ന സ്റ്റോക്കുകളും ഇന്നു മുതൽ ടാക്സബിളാണ്. അതിലുണ്ടാകുന്ന പ്രോഫിറ്റ് 10% ടാക്സ് നൽകണം നമ്മൾ. ഇത്രയും നാളും ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 0% ആയിരുന്നു. അതായത് ഒരു വർഷത്തിലധികം ഹോൾഡ് ചെയ്തതിന് ശേഷം വിൽക്കുന്ന സ്റ്റോക്കുകളിൽ ടാക്സ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് മുതൽ, അതായത് ഫെബ്രുവരി 1-ാം തീയതി മുതൽ വിൽക്കുന്ന സ്റ്റോക്കുകളിൽ നമ്മുടെ പ്രോഫിറ്റ് 1 lakhൽ കൂടുതലാണ് ഒരു വർഷത്തെ പ്രോഫിറ്റ് എങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ 10% ടാക്സ് ആ ലാഭത്തിൽ നൽകണം. അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ വരെ വിറ്റിട്ടുള്ള സ്റ്റോക്കുകൾക്ക് ഉള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈ ചേഞ്ച് ബാധകമായിരിക്കില്ല. പക്ഷേ ഇന്നു മുതൽ വിൽക്കുന്ന സ്റ്റോക്കുകളിലെല്ലാം ഇത് ബാധകമായിരിക്കുകയും ചെയ്യും. ഇതിനു മുമ്പുള്ള ടാക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 15% ആയിരുന്നു. അതായത് നമ്മൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിൻ്റെ 15% 1 ഇയറിന് മുമ്പ് വിൽക്കുകയാണെങ്കിൽ 15% ടാക്സ് ആയിട്ട് അടയ്ക്കണമായിരുന്നു. അതേസമയം ഒരു വർഷത്തിന് ശേഷമാണ് അടയ്ക്കുന്നതെങ്കിൽ ടാക്സ് നൽകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് 1 ഇയറിന് മുമ്പ് വിൽക്കുകയാണെങ്കിൽ 15% ടാക്സും 1 ഇയറിന് ശേഷം വിൽക്കുകയാണെങ്കിൽ 10% ടാക്സും എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്ന സ്ട്രക്ചർ. പക്ഷേ അതിൽ 1 lakh വരെയാണ് ലാഭമുള്ളൂ എങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആൻഡ് 10% അടയ്ക്കാതെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യവുമില്ല. ഈ സെയിം സ്ട്രക്ചർ തന്നെയായിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ ടാക്സിൻ്റെ ആപ്ലിക്കേഷനും വരുന്നത്. അതായത് 10% നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ഒരു വർഷത്തിന് ഓൾമോസ്റ്റ് എല്ലാവരും 90% ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ട് 1 ഇയറിന് ശേഷമാണ് വിൽക്കാറുള്ളൂ. പലപ്പോഴും 5 ഇയേഴ്സോ അല്ലെങ്കിൽ 10 ഇയേഴ്സോ ഒക്കെ ചെയ്തതിന് ശേഷമുള്ള SIP ഒക്കെ വിൽക്കുമ്പോൾ അതിലും നമ്മൾ 10% ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ 1 lakhൽ കൂടുതൽ ടാക്സ് വരികയാണെങ്കിൽ മാത്രമാണ് ഒരു ഇയറിൽ വരികയാണെങ്കിൽ മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടി വരൂ എന്ന് മാത്രം. അതുകൊണ്ട് പലരും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റേഴ്സിൽ, ചെറിയ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1 lakhലധികം പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്നും ഈ ടാക്സ് അടയ്ക്കാതെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് വിറ്റ് റിയലൈസ് ചെയ്യാവുന്നതുമാണ്. ഇനി എന്തായാലും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് ഈ ടാക്സ് എടുത്ത് കളഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ്. എന്തായാലും അതൊരിക്കലും ഒരു ഫെയർ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടും ഒരു റിയാലിറ്റിയാണ്. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പേ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, അതുപോലെ തന്നെ അത് പേ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നോക്കാം. പ്രത്യേകിച്ചും നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് നല്ല റിട്ടേൺ ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ചെറിയ രീതിയിലൊന്ന് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ 10% ടാക്സ് എന്ന് പറയുന്നതിന് ഒരു വലിയ ബർഡൻ അല്ലാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അതായത് 1 lakh പ്രോഫിറ്റാണ് നമ്മളൊരു സ്റ്റോക്ക് വിൽക്കുമ്പോൾ നമുക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നത്. 1 lakh ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ 10% പ്രോഫിറ്റ് നമ്മൾ ആ സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം 10,000 ആണ് അതിൽ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ അതിൽ ടാക്സ് 10% എന്ന് പറഞ്ഞാൽ 1,000 rupees ആണ് ടാക്സ് വരിക. അങ്ങനെ അതായത് അപ്പോൾ നമ്മുടെ നെറ്റ് ലഭിക്കുന്ന എമൗണ്ട് 9,000 ആയി മാറും. അപ്പോൾ നമ്മൾ ഇനി ഇതിനെങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ എക്കണോമിക് സർവേയിലെല്ലാം GDP 7 to 7.5% ഗ്രോത്താണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് അടുത്ത വർഷങ്ങളിലും അടുത്ത 5 വർഷത്തേക്കെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഗ്രോത്തിൽ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ ലഭിക്കും. പക്ഷേ ഒരു സ്റ്റോക്ക് നമ്മൾ 10
10% പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ വിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 10% ടാക്സ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് 11% പ്രോഫിറ്റ് ആയതിനു ശേഷം വിൽക്കുക എന്നുള്ളൊരു ചെറിയ ചേഞ്ച് നമ്മൾ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാക്സിന് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വന്നതിൻ്റെ പേരിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ അതിനധികം കൂടുതൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു 1% കൂടെ പ്രോഫിറ്റ് ലഭിച്ചതിന് ശേഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു രീതി ഒരു പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയ 15%ഉം ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയ 10% തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് 1 ഇയറിനുള്ളിൽ തന്നെ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയാൽ, അതായത് ഒരു 15% ഒരു 20% ഒക്കെ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ വിൽക്കാനായിട്ടും അതിനുശേഷം വീണ്ടും മറ്റു നല്ലൊരു സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യാനായിട്ടും ഒന്നും ഇനി മടിക്കേണ്ട കാര്യമില്ല. അതായത് ഇത് ഈ ഷോർട്ട് ടൈമും ലോങ് ടൈമും തമ്മിൽ ഇനി വലിയ വ്യത്യാസമില്ലാത്ത രീതിയിലേക്കാണ് വരുന്നത്. അത് പക്ഷേ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നിടത്ത് ഈ ടാക്സിൻ്റെ പ്ലാനിങ് ഓരോ സ്റ്റോക്ക് വിൽക്കുമ്പോഴും അതിൻ്റെ ഒരു 10% പ്രോഫിറ്റിൻ്റെ ഒരു 10% ടാക്സിന് കൂടെ കണ്ടുകൊണ്ട് അത്രയും കൂടെ പ്രോഫിറ്റ് കൂടുതൽ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ മാനേജ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.